തവണ ശശി തരൂരിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടു. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം ശശി തരൂരിന്റെ ഓഫീസിൽ നിന്ന് ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ ശശി തരൂരിന്റെ PA-മാരായി നിലവിൽ പ്രവർത്തിക്കുന്നവരുടെ പട്ടികയിൽ ഇത്തരത്തിലുള്ള ഒരു ശിവകുമാർ പ്രസാദിന്റെ പേര് ഇതുവരെയും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരാൾ PA ആയി നിലവിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം വ്യക്തമാക്കേണ്ടത് ശശി തരൂരിന്റെ ഓഫീസാണ്. പക്ഷേ ശശി തരൂരിന്റെ വീടുമായി ബന്ധപ്പെട്ട് ചെറിയ ജോലികൾ ഇയാൾ ചെയ്തിരുന്നു എന്നുള്ള ഒരു വിവരം നിലവിൽ വരുന്നുണ്ട്. വീട്ടിലെ ചെറിയ ഡൽഹിയിൽ ഇന്നലെ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയ 2 മലയാളികൾ അറസ്റ്റിൽ. അതിലൊന്ന് ശിവകുമാർ പ്രസാദ്. പൊക്കിയപ്പോൾ പറഞ്ഞത് ശശി തരൂരിൻ്റെ PA ആണെന്നാണ്. 1/2 കിലോ സ്വർണ്ണമാണ് അവർ പിടിച്ചത്, വിമാനത്താവളത്തിൽ വെച്ച് പിടിച്ചത്. ശശി തരൂരിൻ്റെ PA ആണെന്ന് പുള്ളി അവകാശപ്പെട്ട് അത് സ്ഥിരീകരണങ്ങൾ പുറത്ത് വരുന്നതേ ഉള്ളൂ. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ സ്വാഭാവികമായിട്ടും പ്രതികരിക്കും. കാരണം അദ്ദേഹം തിരുവനന്തപുരത്ത് എതിർ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് കേരളത്തിലെ CPM-ഉം കോൺഗ്രസും ഒക്കെ ഇതിൻ്റെ ആൾക്കാരാണ്, സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ ആൾക്കാരാണെന്നൊക്കെ പ്രതികരിക്കും. പക്ഷേ എന്നാൽ ശശി തരൂർ ഇന്നത് പറഞ്ഞിട്ടുണ്ട്. PA തന്നെയായിരുന്നു. 72 അദ്ദേഹത്തിന് PA ആയതുകൊണ്ട് PA ആയിട്ട് പിന്നെ നിർത്തിക്കൊണ്ട് പാർട്ട് ടൈമായി ഒരു ജോലി കൊടുക്കുകയായിരുന്നു. PA പോസ്റ്റ് മാറ്റിയിട്ട് പാർട്ട് ടൈമായിട്ട് ജോലി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ശശി തരൂർ എന്തായാലും ഇന്ന് വാർത്തകളിൽ വന്നിട്ടുണ്ട്. അപ്പം പറഞ്ഞു വന്ന ഇതാണ്, കേരളത്തിൽ ശശി തരൂർ സ്വർണം അടിച്ചു മാറ്റിയെന്നോ അല്ലെങ്കിൽ അതിനുവേണ്ടി ട്രൈ ചെയ്തെന്നൊന്നും പറയുന്നില്ല. എങ്കിലും ഇതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വരണം. BJP ആയുധമാക്കുന്നത് തീർച്ചയായിട്ടും ശശി തരൂരിൻ്റെ ഇമേജിനെ ഇല്ലാതാക്കാൻ. ശശി തരൂർ നമ്മുടെ പിണറായി വിജയൻ സഖാവിനെ കണക്ക് സ്വർണം കൊണ്ടുപോയെന്നും അല്ലെങ്കിൽ കള്ളക്കടത്ത് നടത്തിയെന്നൊന്നും അറിയാവുന്ന ആരും പറയില്ല. കാരണം അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യം ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല വിഷയം. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതശൈലി വെച്ച് നോക്കുമ്പം അഴിച്ചുമാറ്റൽ സ്വഭാവം ഉള്ളൊരു രാഷ്ട്രീയക്കാരനല്ല. രാഷ്ട്രീയക്കാരനായത് തന്നെ ഈയിടെയാണ്. അദ്ദേഹം ഈ പൊസിഷനിലൊക്കെ ഒരുപാട് മുമ്പേ വേറെ വലിയ പൊസിഷനൊക്കെ ആയിട്ടുള്ളൊരു വ്യക്തി സ്വർണ്ണക്കള്ളക്കടത്തിന് വേണ്ടി PA അങ്ങ് ഗൾഫിലേക്ക് അയക്കുകയും അവിടുന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് വരാൻ ഓർഡർ ഇടുകയും ചെയ്യില്ല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അറിയാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. പക്ഷെ അങ്ങനെ അതിൻ്റെ ഒരു കാര്യമില്ല. എന്തായാലും പുള്ളി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ PA ആയിട്ടിരുന്ന ആളാണ്, ഇപ്പോൾ പാർട്ട് ടൈമായിട്ട് ജോലിയുണ്ട് എന്ന് ശശി തരൂർ ഉറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇതൊരു മോശം പ്രവണതയാണ്. രാഷ്ട്രീയക്കാർ നിൽക്കുമ്പോൾ അവരെ കൂട്ടത്തിൽ നിൽക്കുന്നവർ ആരെങ്കിലും വല്ലതും അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ സത്യസന്ധനായ രാഷ്ട്രീയക്കാർക്ക് പോലും അത് അപമാനമാണ്. സത്യസന്ധത കുറവുള്ള രാഷ്ട്രീയക്കാരാണ് കൂടുതലും. രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത്. പക്ഷേ എങ്കിലും കുറച്ചെങ്കിലും മാന്യതയുള്ള രാഷ്ട്രീയക്കാർക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ഈ കൂട്ടത്തിക്കുന്ന ഉദ്യോഗസ്ഥർ മോശമായിട്ട് പെരുമാറുന്നത്. അത് ഏത് പാർട്ടിയിലായാലും എല്ലാ പാർട്ടിയിലും മാന്യതയുള്ളവരുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പിന്നെ തലപ്പത്തെത്തുമ്പോൾ ചില മാന്യത കേട്ട ആൾക്കാരുണ്ട് നമ്മുടെ കേരളത്തിലെ പോലെ. പക്ഷേ എങ്കിലും ശശി തരൂരിനെ പോലെ ആളുടെ PAക്ക് ഈ ഇതുപോലുള്ള ഒരു കാര്യത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. എന്തായാലും ഒരു സത്യാവസ്ഥ പുറത്ത് വരും, അത് ഉറപ്പാണ്. BJP ഭരിക്കുന്നതുകൊണ്ട് തന്നെ.